എപ്പിസോഡിന്റെ തുടക്കത്തിൽ സീസൺ 2 അവസാനിച്ച അതേ സ്ഥലത്ത് ക്യാംഡണിലെ സെന്റ് ആന്റണീസ് ഹോസ്പിറ്റലിൽ കണ്ണു തുറക്കുന്ന നമ്മുടെ തബിത അവിടുത്തെ ഡോക്ടറിൽ നിന്നും 3 ദിവസങ്ങൾക്ക് മുൻപ് 2 ഹൈക്കേഴ്സ് വനത്തിലേക്കുള്ള നടപ്പാതയിൽ മരങ്ങൾക്കിടയിൽ അബോധാവസ്ഥയിലായ തന്നെ കണ്ടെത്തുകയായിരുന്നു എന്നും താനും കുടുംബവും ഇത്രകാലം കുടുങ്ങിയ നിഗൂഢമായ ആ സ്ഥലത്ത് നിന്നും താൻ മാത്രം രക്ഷപ്പെട്ട് റിയൽ വേൾഡിലെത്തിയ സത്യം മനസ്സിലാക്കി സ്തംഭിച്ചു നിൽക്കുകയാണ്. തബിത ആരാണെന്നോ അവരുടെ മറ്റു വിവരങ്ങളോ അറിയാൻ സാധിക്കാഞ്ഞ ഡോക്ടർ തബിതയോട് പേരും അവർക്ക് എന്താണ് സംഭവിച്ചതെന്നും ഒക്കെ തിരക്കുന്നുണ്ടെങ്കിലും ഒന്നിനും മറുപടി പറയാൻ സാധിക്കാത്ത തരത്തിൽ നിൽക്കുന്ന തബിതയുടെ ആ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന ഡോക്ടർ അവരോട് ഇരിക്കാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച് തബിതയുടെ ഫാമിലി മെമ്പേഴ്സിനെ വിളിക്കാമെന്ന് തിരക്കുന്ന സമയത്താണ് അവിടേക്ക് വരുന്ന ഒരു നഴ്സ് ഡോക്ടർ ബ്രോഡി ഇപ്പൊ പോലീസ് എത്തും കേട്ടോ എന്നറിയിച്ചു പോകുന്നത്. അത് കേട്ട് എന്തിന് എന്ന് തിരക്കുകയാണ് തബിത. അതൊരു ഫോർമാലിറ്റി, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ബോധം തെളിഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറച്ച് ടെസ്റ്റുകൾ കൂടി കുറിച്ചിട്ടുണ്ട്, നല്ലോണം എഴുന്ന റെസ്റ്റ് എടുത്തോളൂ കേട്ടോ എന്ന് ആ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസ് എത്തിയാൽ ഇത്രയും കാലം കാണാതിരുന്ന തങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമായി ഒരുപക്ഷെ കേസും കാര്യങ്ങളുമായി ഇരിക്കേണ്ടി വരുമെന്നറിയാവുന്ന തബിത അവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ച് ഡ്രസ്സും വിക്ടർ കൊടുത്ത ആ ഡിസ്കോ ലഞ്ച് ബോക്സും ഉൾപ്പെടെയുള്ള തന്റെ സാധനങ്ങളുമായി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഹോസ്പിറ്റലിന് പുറത്തെത്തിയ തബിത അപ്പോഴേക്കും പോലീസ് വെഹിക്കിൾ അവിടെ എത്തിയത് കണ്ട് അവർ കാണാത്ത രീതിയിൽ ഇപ്പോഴുള്ള തന്റെ ആരോഗ്യത്തിൽ ഇനി എന്ത് എന്നറിയാതെ അവിടുന്ന് നടന്നു പോവുകയാണ്. അങ്ങനെ നടക്കുന്ന വഴിയിൽ റോഡിന് ഓപ്പോസിറ്റ് ഒരു കടയിൽ സീസൺ 2 തന്നെ ക്ലോക്ക് ടവറിൽ നിന്ന് തള്ളിവിട്ട വൈറ്റ് ഡ്രസ് ഇട്ട തോമസിനെ കാണുകയാണ് തബിത. അതോടെ ആ പയ്യനെ വിളിച്ച് അലക്ഷ്യമായി റോഡിലേക്ക് കയറുന്ന തബിതയെ ജസ്റ്റ് മിസ്സിന് ഒരു വണ്ടി വന്ന് തട്ടാതെയും രക്ഷപ്പെടുകയാണ്. അതൊന്നും കാര്യമാക്കാതെ ആൾത്തിരക്കിനിടയിൽ വൈറ്റ് ഡ്രസ് ഇട്ട പയ്യനെ ലക്ഷ്യം വെച്ച് തിരഞ്ഞ് അവന് പുറകെ നടക്കുന്ന പുള്ളിക്കാരി ആ പയ്യൻ ഒരു ഷോപ്പിലേക്ക് കയറുന്നത് കണ്ട് പുറകെ ചെന്ന് ഷോൾഡറിൽ പിടിച്ച് ഹേയ് നീ എവിടേക്കാ പോയേ, ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് നീ പറഞ്ഞതിന് അർത്ഥം എന്താ എന്ന് തിരക്കുന്നതും അത് വൈറ്റ് ഡ്രസ് ഇട്ട മറ്റേതോ ഒരു പയ്യനായിരുന്നു എന്ന് തിരിച്ചറിയുകയാണ്. ആകെ വല്ലായ്മയിൽ ആ പയ്യന്റെ പാരന്റ്സിനോട് സോറിയും പറഞ്ഞ് അവിടെ നിറങ്ങുകയാണ് തബിത. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഫ്രം സീസൺ 2 അവസാന എപ്പിസോഡിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ ഏർപ്പെട്ട് റെജിയുമായുള്ള ഫൈറ്റിൽ ഷോൾഡറിന് പരിക്കും പറ്റി തിരിച്ച് ഷെരീഫ് സ്റ്റേഷനിലെത്തിയ ബോയ്ഡ് ഇപ്പോൾ ബുള്ളറ്റ് നിറച്ച തന്റെ മുറിവിൽ തനിയെ ഡ്രസ് ചെയ്ത് നിൽക്കുകയാണ്. ഇതൊക്കെ ക്രിസ്റ്റി ചെയ്തു തരില്ലേ എന്ന് ഫാദർ കാഡ്രി വന്ന് തിരക്കുമ്പോൾ ഫാദർ കാഡ്രി തട്ടിപ്പോയതിനു ശേഷം പുള്ളിക്കാരന്റെ ഇല്യൂഷൻ കൂടെ കൂടെ തനിക്ക് മുൻപിൽ വന്നു പോകുന്ന ബോയ്ഡ് ക്രിസ്റ്റി മെറിയലിനെ നോക്കുക എന്ന് അതിന് മറുപടി നൽകി നിൽക്കുകയാണ്. അത് കേട്ട് മെറിയൽ, റാണ്ടൽ, ജൂലി എല്ലാവരും ഇപ്പൊ സുഖമായല്ലോ അല്ലേ? 3 ദിവസം മുൻപ് ഇവിടെയുള്ള ഒരാൾ നിന്നെ കൊല്ലാൻ നോക്കി, ഇപ്പോഴും ഇവിടെയുള്ള പകുതി ആളുകൾക്കും രാത്രി ഉറങ്ങാൻ പേടിയാ. പിന്നെ ഉടനെ ഇവിടം ഒരു ഭക്ഷ്യക്ഷാമം നേരിടും, അതിനാണെങ്കിൽ ഒരു പരിഹാരം പോലും ഇല്ല. പിന്നെ ബോയ്ഡ് താൻ ശ്രദ്ധിച്ചായിരുന്നോ പുറത്ത് തണുപ്പ് കൂടിയിട്ടുണ്ട് എന്ന് പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നത് ബോയ്ഡിനെ അറിയിച്ചിരിക്കുകയാണ് ഫാദർ കാഡ്രിയുടെ ഈ ഇലൂഷൻ. ഇതുവരെ ഇവിടെ നടന്നിട്ടുള്ളതും അതിനൊക്കെ പുറകെ താൻ കിടന്ന് ഓടി നടന്ന് പരിഹരിച്ചിട്ടുള്ളതും അതിന്റെ കൂടെ ഇനി വരാനിരിക്കുന്ന അടുത്ത പ്രശ്നങ്ങളും കേട്ട് തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതോ എന്ന പോലെ ചൂടാവുന്ന ബോയ്ഡ് തനിക്ക് എന്താണോ വേണ്ടത്? ഞാൻ ഇപ്പോൾ വെപ്രാളം കാണിച്ച് ബാക്കിയുള്ളവരെ കൂടെ പേടിപ്പിക്കണോ? തനിക്കറിയോ ഞാൻ മ്യൂസിക് ബോക്സ് അടിച്ച് തകർക്കുന്നതിന് മുൻപ് എന്നോട് എൻ്റെ ഭാര്യ ആബിയുടെ രൂപത്തിൽ എന്തോ ഒന്ന് വന്ന് സംസാരിച്ചു. അതെന്നോട് ഞാൻ എല്ലാം വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. ആ രൂപം അതെൻ്റെ ഭാര്യ അല്ലായിരുന്നെന്ന് എനിക്ക് ഉറപ്പാ. അതുപോലെ താൻ ഇനി എന്താ എന്ന് കാഡ്രിയുടെ ഈ ഇലൂഷൻ തനിക്ക് നല്ലതിനാണോ അതോ വഴിതെറ്റിക്കാനാണോ ഈ വരുന്നതെന്ന് ചൂടായി തിരക്കുമ്പോൾ നിനക്കിതിന് മറുപടി തരാൻ എനിക്ക് സാധിക്കില്ല ബോയ്ഡ് എന്നറിയിക്കുകയാണ് കാഡ്രി. പെട്ടെന്നാണ് പുറത്ത് ഒരു ബഹളം ബോയ്ഡ് കേൾക്കുന്നത്. അത് നോക്കാനായി പോകുന്ന അയാൾ ആ ബഹളത്തിന് പിന്നിൽ ഈതനാണെന്നും ഒരു ബാഗൊക്കെ ആയിട്ട് ഇവിടുന്ന് കാണാതായ തബിതയെ തിരയാനിറങ്ങിയ ചെക്കനെ ടിയാൻചിൻ പിടിച്ചു വെച്ചിരിക്കുവാണെന്നും കാണുകയാണ്. അപ്പോഴേക്കും ഓടി വരുന്ന നമ്മുടെ ജിം ഈതൻ നിന്നെ ഞങ്ങൾ എവിടെയൊക്കെ നോക്കി എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന വിക്ടറിനോട് ഞാൻ പോകുന്ന കാര്യം താൻ ഇവരോടൊക്കെ പറഞ്ഞു അല്ലേടോ എന്ന് ചൂടാവുകയാണ് ഈതൻ. അത് മൈൻഡ് ചെയ്യാത്തതുപോലെ നിൽക്കുകയാണ് വിക്ടർ. എന്നൊരു പണിയാണോ ഈ കാണിച്ചേ എന്ന് വിക്ടറിനോട് കലിപ്പിൽ നിൽക്കുന്ന ചെക്കൻ നമുക്ക് അമ്മയെ കണ്ടുപിടിക്കണം, നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ജിമ്മിനോടും ആവശ്യപ്പെടുമ്പോൾ എനിക്കറിയാം മോനിപ്പോൾ വീട്ടിൽ പോ എന്ന് ഈതനെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുകയാണ് ജിം. അവിടേക്ക് ഓടി വന്ന ജൂലി ഈതനെ കണ്ടുകിട്ടിയത് മനസ്സിലാക്കി തിരിഞ്ഞു നടക്കുമ്പോൾ ജൂലിയെ നിൽക്കാൻ വിളിക്കുകയാണ് ജിം. പക്ഷേ ഞാൻ ഒന്ന് നടന്നിട്ട് വരാം, ഇതൊന്നും ഡാഡിന്റെ തെറ്റല്ല
എന്ന് ജിമ്മിനോട് സംസാരിക്കാനും താല്പര്യമില്ല, പക്ഷെ അച്ഛനെ സമാധാനിപ്പിക്കുകയും വേണം എന്ന പോലെ ജൂലിയും പറഞ്ഞിട്ട് പോകുമ്പോൾ മാനസികമായിട്ട് തളർന്ന പോലെ നിൽക്കുകയാണ് ജിം. എല്ലാം കണ്ടു നിന്ന ബോയ്ഡ് ജിമ്മിന് അരികിൽ ചെല്ലുകയാണ്. എന്നാൽ അപ്പോഴേക്കും കാട്ടിലേക്ക് തബിതയെ തെരഞ്ഞു പോകാൻ ഉറപ്പിച്ചിരുന്നു ജിം. കാര്യം അറിഞ്ഞ് കാട്ടിലേക്ക് പോകുന്നത് എത്രത്തോളം അപകടമാണെന്ന് ജിമ്മിനെ തടയാൻ ശ്രമിച്ച് സംസാരിക്കുകയാണ് ബോയ്ഡ്. എന്റെ മോൻ അവന്റെ അമ്മയെ തിരഞ്ഞിറങ്ങി. എന്റെ മോള് ഒന്നും സംസാരിക്കാൻ കൂട്ടാകുന്നില്ല. എന്റെ മക്കൾക്ക് അവരുടെ അമ്മയെ വേണം. പിന്നെ ഒന്നും ചെയ്യാതെ ഞാനിങ്ങനെ ഇരിക്കണോ എന്ന് ബോയ്ഡിനോട് ചോദിച്ച് വാ അടപ്പിക്കുന്ന ജിം. താലിസ്മൻ താൻ ടെന്റിൽ തൂക്കിക്കൊള്ളാം എന്നുകൂടി പറഞ്ഞ് നടക്കുമ്പോൾ, നോക്ക് ജിം, മുൻപ് ഞാൻ സേറയ്ക്കൊപ്പം അങ്ങനെ കാട്ടിലേക്ക് പോയതാ. അന്ന് എന്തോ ഒന്ന് ഞങ്ങളുടെ ടെന്റ് വലിച്ചിഴച്ചു. അതിനി എന്താണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. തല നാഴഴയ്ക്ക് ഞങ്ങൾ രക്ഷപ്പെട്ടു. തബിതയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്ന് പറയാൻ തുടങ്ങുന്ന ബോയ്ഡിനോട്, അങ്ങനെ ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടരുത് എന്ന് തബിത മരിച്ചിട്ടുണ്ടാവും എന്ന് പറയാൻ വന്നതിനെ തടയുകയാണ് ജിം. ആ സമയത്ത് അവിടേക്ക് വന്ന് കാര്യം തിരക്കുകയാണ് കെന്നി. താൻ തന്റെ ഭാര്യയെ തിരക്കി പോവുകയാണെന്ന് കെന്നിയെ അറിയിക്കുകയാണ് ജിം. ഒടുവിൽ ജിമ്മിന്റെ യാത്ര തടയാൻ തനിക്ക് സാധിക്കില്ലെന്ന് മനസ്സിലാക്കുന്ന ബോയ്ഡ്, ഒരു സെക്കൻഡ് നിൽക്ക്, നിങ്ങൾക്ക് പോയെങ്കിലേ മതിയാവൂ എങ്കിൽ സേഫായിട്ട് പോകാനുള്ള ഒരു വഴി ഞാൻ പറയാം എന്നറിയിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ കോളനി ഹൗസിൽ വോമിറ്റ് ചെയ്തിരിക്കുകയാണ് പ്രഗ്നന്റ് ആയ ഫാത്തിമ. അംഗസംഖ്യ കൂടുതലുള്ള കോളനി ഹൗസിലെ ബാത്റൂമിൽ നിന്ന് ഫാത്തിമ പുറത്തിറങ്ങി വരാൻ വൈകുന്നതിൽ കലിപ്പിൽ നിൽക്കുകയാണ് അവിടെയുള്ള നിക്കി. എന്നാൽ ഒരിക്കലും കുട്ടികൾ ഉണ്ടാകില്ല എന്ന് വിധി എഴുതിയ തനിക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് പ്രഗ്നന്റ് ആയതോർത്ത് അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വയറ്റിൽ തൊട്ടുനോക്കി നിൽക്കുന്ന ഫാത്തിമ ശേഷം പുറത്തേക്ക് വരുമ്പോൾ പ്രഗ്നന്റ് ആയതിന്റെ പേരിൽ എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി റേഷനും കൊടുത്ത് ഫുൾ ടൈം ബാത്റൂം യൂസ് ചെയ്യുന്നതിനാൽ ഫാത്തിമയോട് നിക്കി കലിപ്പാവുകയാണ്. അത് കേട്ട് അവിടേക്ക് വരുന്ന ക്ലാര ഫാത്തിമയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ആകെ ബഹളം കേട്ട് അവിടേക്ക് എത്തിയ എലിസ് കാര്യം തിരക്കി ഫാത്തിമയെ കൂട്ടി അവിടെ നിന്ന് നടക്കുകയാണ്. എലിസിനോട് പ്രഗ്നൻസിയുടെ ആദ്യ ചില മാസങ്ങൾ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അറിയിച്ചു പോവുകയാണ് സീസൺ 2 ഇവിടെ എത്തിയ എല്ലാവരുടെയും കാര്യങ്ങളിൽ ഇടപെടുന്ന ചിലിയമ്മുമ്മ. ആ സമയത്താണ് ഡോണ അവിടേക്ക് വന്ന്, എലിസ് നമുക്കിത്തിരി ജോലിയുണ്ട്. ഓൾറെഡി നമ്മുടെ കൃഷിയൊക്കെ പകുതിയും കാറ്റിലും മഴയിലും പോയെങ്കിലും ബാക്കി ഇത്രയുള്ളത് ഇനി മഞ്ഞിൽ കൂടി നശിക്കാതെ നോക്കണം എന്ന് വിന്റർ വരുന്നത് ഓർമ്മിപ്പിച്ച് എലിസിനെ കൂട്ടി പുറത്തേക്ക് നടക്കുന്നത്. അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ചുറ്റും ആളുകൾ ഉണ്ടെന്ന് പോലും അറിയാത്തതുപോലെ എന്തോ ആലോചിച്ച് എൽജിൻ നടക്കുന്നത് അവർ കാണുന്നത്. ഇവൻ ഇന്നലെ ഉറങ്ങിയില്ലേ എന്ന സംശയവും ചോദിച്ച് നടക്കുകയാണ് ഡോണ. ഈ സമയം ജിമ്മിനോട് സേറയും താനും കാട്ടിനുള്ളിലെ ലൈറ്റ് ഹൗസ് കണ്ടതും താൻ താലിസ്മൻ കണ്ടെത്തിയ ഗുഹയിൽ നിന്നാണ് തങ്ങൾ യാത്ര ആരംഭിച്ചതെന്നും തങ്ങൾ ടെന്റിലായിരുന്നപ്പോൾ എന്തോ ഒന്ന് ടെന്റ് വലിച്ച് നശിപ്പിക്കാൻ നോക്കിയെന്നുമൊക്കെ കാര്യം പറഞ്ഞ് ജിമ്മിന്റെ ജീവന് ആപത്ത് വരാതിരിക്കാൻ ഓരോ ദിവസവും താലിസ്മൻ ഗുഹയിൽ നിന്ന് യാത്ര തുടങ്ങണമെന്നും രാത്രി അവിടേക്ക് തന്നെ തിരികെ വരണമെന്നും അറിയിക്കുകയാണ് ബോയ്ഡ്. എല്ലാം കേട്ട് നിന്ന കെന്നി, വെയിറ്റ്, എന്താ പറഞ്ഞേ, സേറയും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നല്ലേ എന്ന് ബോയ്ഡിനോട് തിരക്കി. ജിമ്മിനൊപ്പം ഞാനും പോകുന്നു എന്ന് ബോയ്ഡിനെ അറിയിക്കുമ്പോൾ കെന്നിയെ പുറത്തേക്ക് വിളിച്ച് സംസാരിക്കാൻ കൊണ്ടുപോവുകയാണ് ബോയ്ഡ്. എന്നാൽ ബോയ്ഡിനെ സംസാരിക്കാൻ വിടാതെ, ഹേ നോക്ക്, നിങ്ങൾ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ നമുക്ക് അയാളെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. നിങ്ങൾ എന്താ അവിടേക്ക് വീണ്ടും പോകാൻ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അതിന് നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളും ഉണ്ടാവും ബോയ്ഡ്. ഈ ഒരൊറ്റ ആഴ്ചയിൽ തന്നെ ജൂലിക്കും ഈസനും അവരുടെ അമ്മയും അച്ഛനെ നഷ്ടമാവുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് വയ്യ. എനിക്കറിയാം ഈ സ്ഥലത്ത് വെച്ച് പാരന്റിനെ നഷ്ടമായുള്ള അവസ്ഥ. നമുക്കിവിടെ സുരക്ഷ കളിച്ചിരിക്കാൻ പറ്റില്ല ബോയ്ഡ് എന്ന് ബോയ്ഡിനെ കെന്നി വാ അടപ്പിച്ച് ജിമ്മിനൊപ്പം പോകുന്നത് ഉറപ്പിക്കുകയാണ്. പെട്ടെന്നാണ് ഗ്യാസ് സ്റ്റേഷന്റെ ജനൽ തകർക്കുന്ന ശബ്ദം കേട്ട് അവർ ഞെട്ടുന്നത്. അത് നോക്കാനായി അവിടേക്ക് പോകുന്ന ബോയ്ഡും കെന്നിയും നിലത്ത് ഒരു ഭ്രാന്തനെ പോലെ അവർ എന്നെ അത് കാണിക്കാൻ ശ്രമിച്ചു, പക്ഷേ എനിക്കൊന്നും കാണാൻ സാധിച്ചില്ല എന്ന് ആവർത്തിച്ച് പുലമ്പിക്കിടക്കുന്ന ജേഡിനെ കാണുന്നത്. സീസൺ 2 അവസാന എപ്പിസോഡിൽ ടണലിനുള്ളിലേക്ക് പോയ ജേഡ് അവിടെ അങ്കൂയ് എന്ന് വിചിത്രമായ ശബ്ദം പുറപ്പെടുവിച്ച് വിരൂപികളായ തബിതയും കണ്ട കുറച്ച് കുട്ടികളെ കണ്ടത് ഓർമ്മയില്ലേ? പുള്ളിക്കാരൻ അവിടുന്ന് തിരികെ എത്തിയിരുന്നു. ജേഡിന് ഇത് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന ബോയ്ഡിനോട്, ഇവന് ആ കയ്യിലിരിക്കുന്ന സിമ്പിൾ കണ്ട് ഭ്രാന്തായെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് കെന്നി പറയുമ്പോൾ ജേഡിനെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് തന്റെ ഷെരീഫ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് കെന്നിയുടെ സഹായത്താൽ ജേഡിനെ താങ്ങി നടക്കുകയാണ് ബോയ്ഡ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഇങ്ങ് നാട്ടിൽ ഫോട്ടോ എടുത്ത് നിൽക്കുന്ന 2 ഗേൾസിനെ കാണുന്ന തബിത അവരോട് ചെന്ന് അവരുടെ ഫോൺ അല്പനേരത്തേക്കൊന്ന് ചോദിക്കുകയാണ്.
പക്ഷെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും മുഷിഞ്ഞ കോലവുമായി നിൽക്കുന്ന തബിതയെ കണ്ട് ഫോൺ കൊടുക്കില്ലെന്ന് അറിയിക്കുകയാണ് അതിലൊരു ഗേൾ. അവരോട് വീണ്ടും കെഞ്ചി തബിത ഫോൺ ചോദിക്കുമ്പോൾ തന്റെ ഫോൺ കൊടുക്കുകയാണ് രണ്ടാമത്തെ ഗേൾ. അതോടെ മാറി നിന്ന് തന്റെ അമ്മയെ കോൾ ചെയ്യുകയാണ് തബിത. തബിതയുടെ ശബ്ദം കേട്ടതും മറുവശത്ത് നിന്ന് സങ്കടവും സന്തോഷവും ആകാംക്ഷയും ഒക്കെ നിറഞ്ഞ ശബ്ദത്തിൽ തബിത ഇപ്പോൾ എവിടെയാണെന്നും എവിടേക്ക് പോയതാണെന്നും പോലീസ് അവരെയെല്ലാം തിരയുന്നുണ്ടെന്നും അവരെയൊക്കെ കാണാതെ എല്ലാവരും ഒരുപാട് വിഷമിച്ചു എന്നും തബിതയുടെ അമ്മ പറയുമ്പോൾ എല്ലാം ഞാൻ പറയാം. അമ്മയ്ക്ക് എൻ്റെ സൗണ്ട് കേൾക്കാൻ തോന്നിയ പോലെ എനിക്ക് അമ്മയുടെ സൗണ്ടും കേൾക്കാൻ തോന്നി. ഞങ്ങൾ എത്രയും വേഗം വീട്ടിലേക്ക് മടങ്ങി വരും. എല്ലാവരും അന്വേഷണം പറയുന്നുണ്ട്. എനിക്കിവിടെ അധിക നേരം നിൽക്കാൻ സാധിക്കില്ല. കുറച്ച് നാളത്തേക്ക് വിളിക്കാനും പറ്റില്ല. ഇവിടെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. മോം, ഐ ലവ് യു, ബൈ എന്ന് വിഷമത്തോടെ ആ കോൾ കട്ടാക്കി ഫോണും തിരികെ കൊടുക്കുകയാണ് തബിത. അപ്പോഴും തബിതയ്ക്ക് ഫോൺ കൊടുത്ത പെണ്ണിനെ നീ എന്തിനാ കണ്ടവർക്ക് ഫോൺ കൊടുത്തേ? ഇതിന് വല്ല സാനിറ്റൈസർ യൂസ് ചെയ്ത് കഴുകിക്കോ എന്നൊക്കെ വഴക്ക് പറയുകയാണ് കൂട്ടുകാരി. എന്നാൽ എന്തു വേണമെന്നറിയാതെ നിൽക്കുന്ന തബിത ദൂരെ പള്ളിമണി മുഴങ്ങുന്നത് കേൾക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ റെസ്റ്റോറൻറ്റിൽ ജിമ്മിനൊപ്പം കാട്ടിലേക്ക് പോകുന്ന കെന്നിയെ യാത്ര അയക്കാൻ വന്ന് നിൽക്കുകയാണ് ക്രിസ്റ്റി. കെന്നിക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണങ്ങൾ എടുത്തു വെച്ച് വരുന്ന ടിയാൻജനിനോട് മാ ഇതൊക്കെ ഒത്തിരി കൂടുതലാ എന്ന് കെന്നി നിൽക്കുമ്പോൾ എല്ലാ അമ്മമാരെയും പോലെ മക്കൾ വയറ് നിറയെ കഴിക്കണം, പോകുന്നിടത്ത് പട്ടിണിയാവാൻ പാടില്ലെന്ന കരുതൽ അറിയിക്കുന്ന ടിയാൻജൻ നിനക്ക് പോകാതിരുന്നൂടെയോ, നിന്നെ കൂടി എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ എന്ന് കെന്നി പോകുന്നതിനെ തടയാനും ശ്രമിക്കുകയാണ്. എനിക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ ആരും അതോർത്ത് പേടിക്കണ്ട എന്ന് തമാശയാക്കി അവിടുന്ന് ഇറങ്ങാനൊരുങ്ങുന്ന കെന്നിക്ക് കരുതലോടെ കവളിൽ ഉമ്മയെ നൽകി വിടുകയാണ് ടിയാൻജൻ. മറുവശത്ത് ഈതനോട് അമ്മയെ കണ്ടെത്താൻ ഞാൻ പരമാവധി ശ്രമിക്കും, അഥവാ എനിക്കതിന് സാധിച്ചില്ലെങ്കിൽ മോനിനി ഇറങ്ങി പുറപ്പെടരുത് കേട്ടോ എന്ന് യാത്ര പറയുന്ന ജിം ജോലിക്ക് അരികിൽ വരുമ്പോൾ സുരക്ഷിതനായിരിക്കുമെന്ന് സത്യം ചെയ്യും എന്ന് അച്ഛൻ്റെ സുരക്ഷയിൽ ആശങ്ക പറഞ്ഞു നിൽക്കുകയാണ് ജൂലി. സത്യം, എത്രയും വേഗം ഞാൻ തിരികെ വരും എന്ന് ജൂലിയോടും യാത്ര പറയുകയാണ് ജിം. ഈ സമയം കെന്നിയോട് സേഫ്റ്റിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ബോയ്ഡ് എല്ലാം ഓർമ്മയുണ്ടല്ലോ, ആ മരങ്ങൾ കാണും, അതോടെ ചിലന്തി വലകൾ കാണും, അപ്പം മനസ്സിലാക്കണം നിങ്ങൾ ശരിയായ ദിശയിലാണെന്ന്. പിന്നെ എന്തൊക്കെയായാലും ഇരുട്ടുന്നതിന് മുൻപ് താലിസ്മൻ ഗുഹയിൽ തിരികെ എത്തണം എന്നൊക്കെ ചിലന്തി വലകളുള്ള വഴിയെ പറ്റിയും എല്ലാം പറഞ്ഞ് അതുവഴി പോയാൽ ലൈറ്റ് ഹൗസിൽ എത്താമെന്നൊക്കെ തൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാം സമ്മതിച്ച് ജിമ്മിനൊപ്പം യാത്ര പുറപ്പെടുകയാണ് കെന്നി. അതും നോക്കി നിൽക്കുന്ന ബോയ്ഡിനെ വന്ന് വിളിക്കുകയാണ് എലിസ്. എലിസിന് പിറകെ പോകുന്ന ബോയ്ഡിനെ അവിടെ ആകെ പ്രതീക്ഷയുണ്ടായിരുന്ന കൃഷികൾ നശിച്ചത് കാട്ടിക്കൊടുക്കുകയാണ് ഡോണ. ബോയ്ഡ്, നമുക്കിനി ഭക്ഷണത്തിനൊന്നുമില്ല എന്ന് ഭക്ഷ്യക്ഷാമം അറിയിക്കുമ്പോൾ ഡോണ ആ പറഞ്ഞത് അവിടെ ആരൊക്കെ കേട്ടു, ഈ വാർത്ത എല്ലാവരും അറിയുമോ എന്നൊക്കെയുള്ള ആദിയിൽ ഇതാരൊക്കെ അറിഞ്ഞു എന്ന് തിരക്കുകയാണ് ബോയ്ഡ്. അപ്പോഴേക്കും ബോയ്ഡ് ഭയന്നതുപോലെ ഭക്ഷ്യക്ഷാമം അവിടെയുള്ള സകലരും അറിഞ്ഞിരുന്നു. റേഷൻ സൂക്ഷിക്കുന്നത് ടിയാൻജൻ ആണെന്നിരിക്കെ ആളുകൾ അവർക്കരികിലെത്തി. ബേസ്മെന്റിൽ വല്ല ഭക്ഷ്യസാധനങ്ങളും ബാക്കിയുണ്ടോ എന്ന് ബഹളം വെക്കാനും ടിയാൻജനിന്റെ എതിർപ്പിനെ മറികടന്ന് അതൊക്കെ കയ്യേറാനും തുടങ്ങിയിരുന്നു. മറുവശത്ത് ഈ ബഹളങ്ങളിലൊന്നും പങ്കെടുക്കാതെ മട്ടൺ ഫ്രൈ മനസ്സിൽ കണ്ട് തൊഴുത്തിലെ ആടുകളിൽ ഒന്നിനെ അഴിച്ചു നടക്കുകയാണ് നമ്മുടെ കലിപ്പൻ സ്റ്റാർ റാണ്ടൽ. എന്നാൽ അത് കണ്ട ഈദൻ ചെക്കൻ എടോ ഇതിന്റെ ഫ്രണ്ടാ ആൽമ, ഇവളെവിടെ കൊണ്ടുപോവാ, നിൽക്ക് എന്ന് റാണ്ടലിനെ തടയാൻ ഇറങ്ങുമ്പോൾ ബഹളം കേട്ട് അവിടേക്ക് വരികയാണ് എലിസ്. പക്ഷെ ആരുടെയും ഒന്നും കേൾക്കാൻ കൂട്ടാക്കാതെ റാണ്ടൽ നടക്കുമ്പോൾ ഗണ്ണെടുത്ത് റാണ്ടലിന് നേർക്ക് ചൂണ്ടി നിൽക്കുകയാണ് വിക്ടർ. വെറുതെ സീൻ മോനെ. ബഹളം കേട്ട് അവിടേക്ക് ഓടി വന്ന് വിക്ടറിനെ സമാധാനിപ്പിച്ച് ഗൺ വാങ്ങാൻ നോക്കുകയാണ് ബോയ്ഡ്. അത് കണ്ട് ഓഹോ അപ്പോൾ ഇവനൊരു തോക്ക് കിട്ടി, അതും വെച്ച് സീൻ കാണിക്കുക എന്ന് റാണ്ടൽ കലിപ്പിൽ നിൽക്കുമ്പോൾ ഇപ്പൊ അതാണ് അവിടെ കാര്യം എന്ന് റാണ്ടലിനെ വഴക്ക് പറഞ്ഞ് വിക്ടറിനെ സമാധാനിപ്പിച്ച് ഗൺ വാങ്ങുകയാണ് ബോയ്ഡ്. അതോടെ ഓക്കെ, ഇനി എനിക്ക് എൻ്റെ മട്ടനെ കൊണ്ടുപോകാമല്ലോ എന്ന് നിൽക്കുകയാണ് റാണ്ടൽ. ഇവിടെയുള്ള മൃഗങ്ങൾ ഓഫ് ലിമിറ്റാണ്, നമുക്ക് ആവശ്യമുള്ള മുട്ടയ്ക്കും പാലിനും ഒക്കെ ഇപ്പോൾ ഇവർ മാത്രമാണ് ഏകമാർഗം, ഇതും കൂടി ഇല്ലാതായ എല്ലാവരും പട്ടിണി കിടന്ന് നരഹിക്കും എന്ന് റാണ്ടലിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ബോയ്ഡ്. നോക്ക്, നമ്മുടെ കൃഷി നശിച്ച്, പക്ഷേ നമുക്കിപ്പോഴും ഈ കന്നുകാലികളുണ്ട്, അതുകൊണ്ട് നമ്മൾ തോറ്റിട്ടില്ല. ഈ സ്ഥലത്തിന് നമ്മളെ തകർക്കാൻ സാധിക്കില്ല, നമ്മൾ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് വീട്ടിലേക്ക് തിരികെ പോകാൻ സാധിക്കൂ എന്ന് അവിടെ കൂടി നിന്ന എല്ലാവരെയും ഉപദേശിക്കുമ്പോൾ അപ്പോഴും ആടിനെ വിടാതെ നിൽക്കുന്ന റാണ്ടലിനോട് ആടിനെ കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ് എലിസ്. മറ്റു മാർഗമില്ലാതെ ബോയ്ഡിനെ തെറിയും പറഞ്ഞ് ആടിനെ കൊടുത്ത് റാണ്ടൽ നടക്കുമ്പോൾ ആടിനെ ഈദിനെ ഏൽപ്പിക്കുകയാണ് ബോയ്ഡ്. കമോൺ ആൽമ
എന്നവിടുന്ന് ആടുമായി പോവുകയാണ് ഈദൻ. അതേസമയം തനിക്കൊപ്പം കാട്ടിലേക്ക് വന്ന കെന്നിക്ക് നന്ദി അറിയിച്ച് നടക്കുകയാണ് ജിം. നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ശ്രമിക്കും, ഒപ്പം നമ്മുടെ സുരക്ഷയും നോക്കണം, ജാഗ്രത പാലിക്കണം എന്ന് കെന്നി മറുപടി പറയുമ്പോഴാണ് അവർ എത്തിപ്പെട്ട സ്ഥലത്ത് തലയിൽ മുള്ളുവേലി വെച്ച നിലയിലും തലയോട്ടി നിറയെ ആണികൾ അടിച്ചിറക്കിയ നിലയിലുമുള്ള വിചിത്രമായ സ്റ്റാച്യൂസ് അവർ കാണുന്നത്. ബോയ്ഡ് പറഞ്ഞതുപോലെ ഒന്നുമല്ലാതെ ആകെ ഒരു വ്യത്യസ്ത കാലഘട്ടത്തിലെ സ്ഥലം പോലെ കണ്ട് പരിഭ്രാന്തനായി ജിം നമുക്ക് തിരിഞ്ഞു നടക്കാം എന്ന് കെന്നി പറയുമ്പോൾ, പക്ഷെ ജിം മുന്നോട്ടെടുത്ത് വെച്ച കാൽ പിന്നോട്ടെടുത്ത് വെച്ച ചരിത്രമില്ല തനിക്ക് എന്ന പോലെ മുന്നോട്ട് തന്നെ പോകാൻ ഉറച്ചു നിൽക്കുകയാണ്. അതോടെ മുന്നിൽ വരുന്നതിനെ നേരിടാൻ ഗണ്ണെടുത്ത് തയ്യാറായി നിൽക്കുന്ന കെന്നി നേരം ഇരുട്ടാൻ തുടങ്ങുന്നതും താലിസ്മൻ ഗുഹയിലേക്ക് പോകാമെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ആ സ്ഥലത്തെ തടികൊണ്ട് നിർമ്മിച്ച കുറച്ച് പഴയകാല കുടിലുകൾ കണ്ടിട്ട് അതിലൊന്നിൽ താലിസ്മൻ തൂക്കിയിട്ട് ഇന്ന് തങ്ങാമെന്നും രാത്രി അവിടെ കഴിച്ചു കൂട്ടാമെന്നും കെന്നിയോട് പറയുകയാണ് ജിം. അത് കേട്ട് ബോയ്ഡ് പറഞ്ഞത് ചിലന്തി വലകൾ കാണുകയാണെങ്കിൽ നമ്മൾ ശരിയായ ദിശയിലാണെന്നല്ലേ, പക്ഷെ അവ കണ്ടില്ലല്ലോ, അതുപോലെ വിയേർഡ് സ്റ്റാച്യൂസ് കാണുമെന്നൊന്നും പറഞ്ഞതുമില്ല എന്ന് സംശയത്തിൽ കെന്നി നിൽക്കുമ്പോൾ, അത് ചിലപ്പോൾ രാത്രി ബോയ്ഡിന്റെ ടെന്റ് ആരോ വലിച്ചിഴച്ചപ്പോൾ ഈ സ്ഥലങ്ങൾ കഴിഞ്ഞു പോയതുമാവാം എന്ന് അതിനും കാരണം ഊഹിച്ച് പറയുകയാണ് ജിം. ജിം ആ സ്ഥലത്ത് തങ്ങാൻ ഉറപ്പിച്ചതോടെ അവിടം സേഫ് ആണെന്ന് ഉറപ്പിക്കാൻ ചുറ്റും ഒന്നുപോയി നോക്കണമെന്ന് നിൽക്കുകയാണ് കെന്നി. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ മറുവശത്ത് പള്ളിമണി മുഴങ്ങിയത് കേട്ട തബിത തന്റെ മനസ്സിലെ ഭാരം അല്പമെങ്കിലും കുറയുന്നെങ്കിൽ ആവട്ടെ എന്ന് കുമ്പസരിക്കാൻ വന്നിരിക്കുകയാണ്. എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, ഇനി എങ്ങോട്ട് പോകണമെന്നും എനിക്കറിയില്ല, ഞാൻ ആരാണെന്ന് ഒന്നും ആരോടും പറയാനും സാധിക്കില്ല, എൻ്റെ മനസ്സാകെ തകർന്ന അവസ്ഥയിലാണ് എന്ന് കുമ്പസാര രഹസ്യം ഫാദർ പുറത്തു പറയില്ലെന്ന ഉറപ്പിലിരിക്കുമ്പോൾ നമ്മൾ വീഴുമെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന അവസരത്തിൽ ദൈവം നമ്മളെ ആ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കും എന്നാ ഫാദർ ദൈവനാമത്തിൽ സമാധാനിപ്പിച്ച് തബിതയ്ക്ക് മറുപടി നൽകുന്നതോടെ നോ 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 പ്ലീസ് പ്ലീസ് വേണ്ട, ഞാൻ ഇവിടെ ദൈവത്തിനെ കുറിച്ച് സംസാരിക്കാൻ വന്നതല്ല. ദൈവം സത്യമാണെങ്കിൽ അത്രയും ഭയാനകമായ ഒരു സ്ഥലം ആ ദൈവമല്ലേ സൃഷ്ടിച്ചത്? ഈ കണ്ട ദുരിതവും വേദനകളും ദൈവം കാരണമല്ലേ? എൻ്റെ മകൻ ടേബിളിന് മുകളിൽ നിന്ന് വീണു മരിച്ചതും ദൈവം ചെയ്തതല്ലേ എന്ന് താൻ ഈ ചർച്ചിലേക്ക് വരാൻ പാടില്ലായിരുന്നു എന്നതുപോലെ എഴുന്നേൽക്കുകയാണ് തബിത. അത് കണ്ട് തബിതയെ വിളിച്ചു നിർത്തുന്ന ഫാദർ, നിങ്ങൾക്ക് നഷ്ടമായ ആ കുഞ്ഞിൻ്റെ പേരെന്തായിരുന്നു എന്ന് തിരക്കുകയാണ്. തോമസ് എന്ന് അതിന് തബിത മറുപടി നൽകുമ്പോൾ തബിതയുടെ ലഞ്ച് ബോക്സ് നോക്കുന്ന ഫാദറിനോട്, ഇത് വിക്ടർ എന്ന ഒരാളുടെയാ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് അയാൾ എനിക്ക് സ്നാക്സ് തന്നു വിട്ടതാ എന്ന് അതിനും തബിത മറുപടി നൽകുമ്പോൾ, എവിടേക്ക് വരുന്നതിന് മുൻപ് എന്ന് അടുത്ത സംശയം ചോദിക്കുകയാണ് ആ ഫാദർ. അതിന് രാത്രി മോൺസ്റ്റേഴ്സ് ഇറങ്ങുന്ന ഒരു സ്ഥലം, ആർക്കും തിരിച്ചു പോകാൻ പറ്റാത്തൊരു സ്ഥലം. പക്ഷെ നോക്ക്, അവിടെ നിന്ന് ഞാനൊരു മരത്തിൽ കൂടി ലൈറ്റ് ഹൗസിലെത്തി, പിന്നെ ഒരു ചെറിയ പയ്യൻ എന്നെ പിടിച്ച് തള്ളിയിട്ടു. ഇതാണ് ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞു. ഇനി ഞാൻ എവിടേക്ക് പോകണമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ കുടുംബം ആ ഭയാനകമായ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുക, അവിടേക്ക് ഇനി ഞാൻ എങ്ങനെ തിരിച്ചു പോകുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ കാര്യങ്ങൾ തബിത പുലമ്പി നിൽക്കുമ്പോൾ, വിക്ടർ നിങ്ങൾക്ക് എന്ത് സ്നാക്സ് ആയിരുന്നു തന്നുവിട്ടത് എന്ന് തബിതയുടെ മനസ്സ് കൈവിട്ടു പോയതാണെന്ന പോലെ തിരക്കുകയാണ് ഫാദർ. താൻ പറഞ്ഞ ഇതൊക്കെ കേൾക്കുന്ന ആരും തനിക്ക് ഭ്രാന്താണെന്നേ കരുതൂ എന്നറിവുള്ള തബിത, അയാൾ ഒരു കൊച്ചുകുട്ടിയെ പോലെയാ വിക്ടർ, അങ്ങനെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് എങ്ങനെ വളർന്നോ പാവം എന്ന് സ്നാക്ക് നോക്കാൻ ആ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ അതിനുള്ളിൽ ഒരു അഡ്രസ്സ് കാണുകയാണ്. അതോടെ ദൈവമേ എനിക്ക് പോകണം, ഞാൻ എവിടേക്ക് പോകണമെന്ന് മനസ്സിലായി എന്ന് ആ ഫാദറിന് നന്ദിയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് തബിത. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ കോളനി ഹൗസിൽ ടിലിയമ്മയ്ക്കൊപ്പം നൂൽ നെയ്തിരിക്കുന്ന എൽജിൻ ഉറക്കക്ഷീണത്തിൽ കണ്ണു മയങ്ങിയിരിക്കുന്നത് കണ്ട് എൽജിനോട് പോയി കിടക്കാൻ പറയുമ്പോൾ കണ്ണടച്ചാൽ ആരോ തന്നെ നിരീക്ഷിക്കുന്നതായും ഉണർന്നു കഴിഞ്ഞാൽ തനിക്ക് ഒന്നും ഓർക്കാൻ സാധിക്കുന്നില്ലെന്നും എൽജിൻ അവരോട് മറുപടി പറയുമ്പോഴാണ് എന്തോ കണ്ടിട്ട് എന്ന പോലെ ഭയന്ന് നോക്കുന്ന ടിലിയമ്മ, അത് ഇവളാണോ, കണ്ടിട്ട് പേടിയാവുന്നു എന്ന് പറയുന്നത്. ജാപ്പനീസ് ട്രഡീഷണൽ ഡ്രസ്സായ കിമോണയോട് സാമ്യം തോന്നുന്ന വസ്ത്രം ധരിച്ച വികൃതമായ സീസൺ 2 മുൻപ് എൽജിനെ വെള്ളത്തിൽ മുക്കുന്നതായി നമ്മൾ കണ്ട ആ സ്ത്രീരൂപം ഇപ്പോൾ എൽജിന് നേർക്ക് വന്ന് എൽജിന്റെ കവളിൽ പിടിക്കുന്നതും ഭയന്ന് ഞെട്ടി ഉണരുകയാണ് എൽജിൻ. അതെ, ഇതൊക്കെ എൽജിൻ കണ്ണൊന്നു മയങ്ങിയ നേരത്ത് കണ്ടതായിരുന്നു. എൽജിന്റെ അടുത്ത് ടിലിയമ്മയും ഉണ്ടായിരുന്നില്ല. ഈ സമയം റൂം വൃത്തിയാക്കി നിൽക്കുകയാണ് വിക്ടർ. ഒരു വശത്ത് കൃഷി നശിച്ചതിനെ പറ്റിയുള്ള ചർച്ചയിൽ നിൽക്കുകയാണ് ബോയ്ഡും ഡോണയും. അത് കേട്ടിരിക്കുകയാണ് ടിയാൻജൻ. ഭക്ഷണത്തിന് മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ കന്നുകാലികളെ കൊല്ലാമെന്ന അഭിപ്രായം ഡോണ പറയുമ്പോൾ അതിനെ എതിർക്കുന്ന ബോയ്ഡിനോട്, മണ്ണെല്ലാം വിഷമാണ്, എല്ലാം വിഷമയം എന്ന അവസ്ഥ പറഞ്ഞ് വയലന്റ് ആവുകയാണ് ഡോണ. എന്ന് വെച്ച് ഒരു പ്ലാനും ഇല്ലാതെ ആ മൃഗങ്ങളെ കൊന്നാൽ നമ്മൾ തോറ്റുപോകുന്ന പോലെയാവും, അതിനെനിക്ക് പറ്റില്ല എന്ന് ബോയ്ഡും വയലന്റ് ആവുമ്പോൾ
പല സ്ഥലങ്ങളിൽ പലതരം മണ്ണിൽ നമുക്കൊന്നുകൂടെ കൃഷി ചെയ്ത് നോക്കാം എന്ന് അഭിപ്രായം പറയുകയാണ് ടിയാൻജിൻ. അത് കേട്ടതോടെ അതുവരെ മൃഗങ്ങളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഒടുവിൽ സമ്മതിക്കുന്ന ബോയ്ഡ്. ഈ മൃഗങ്ങളെ വെച്ച് 3 മാസം തികയുമോ എന്ന് ഡോണയോട് ചോദിക്കുമ്പോൾ ഒരു പശുവിനെ വെച്ച് 1 മാസം ഓടിക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്നറിയിക്കുകയാണ് ഡോണ. ആടുകളോ എന്ന് ബോയ്ഡ് സംശയം തിരക്കുമ്പോഴാണ് അവരുടെ ഈ സംസാരമെല്ലാം കേട്ട് ഈതൻ അവിടെ നിന്നത് അവർ കാണുന്നത്. എല്ലാം കേട്ട് കെറിവിൽ പുറത്തേക്ക് പോവുകയാണ് ഈതൻ. ഈതനെ വിളിച്ച് പുറകെ പോകുന്ന ബോയ്ഡ് ഈതന് അരികിൽ ചെന്നിരിക്കുമ്പോൾ ആ മൃഗങ്ങളെ കൊല്ലാൻ പോകുക അല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഈതൻ. ശരിക്കും ആ മൃഗങ്ങൾ അവർ നമ്മുടെയൊക്കെ ജീവൻ രക്ഷിച്ച് ഹീറോസ് ആവുകയാണ് എന്ന് അതിന് ബോയ്ഡ് മറുപടി പറയുമ്പോൾ ആൽമയെ ആദ്യം കൊല്ലാവോ, കാരണം പിന്നെ അവൾക്ക് അവളുടെ ഫ്രണ്ട്സ് മരിക്കുന്നത് കാണണ്ടല്ലോ എന്ന് രാവിലെ റാണ്ടലിൽ നിന്ന് താൻ രക്ഷിച്ച ആൽമ ആടിന് തന്നെ ആദ്യത്തെ കൊട്ടേഷൻ കൊടുക്കുകയാണ് ഈതൻ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ നാട്ടിൽ വിക്ടറിന്റെ ലഞ്ച് ബോക്സിലെ അഡ്രസ് നോക്കി ഹൗസ് നമ്പർ 1597 മുൻപിൽ വന്ന് നിൽക്കുകയാണ് തബിത. ആ വീട്ടിലേക്ക് വരികയാണ് ഒരു പ്രായമായ വ്യക്തി. മദ്യപിച്ചിട്ട് എന്ന പോലെ അലക്ഷ്യമായി വന്ന അയാൾ വീടിന് മുൻപിൽ ഒരു സ്ത്രീയെ കണ്ട് ആട്ടി ഓടിക്കാൻ ശ്രമിച്ചു നടക്കുകയാണ്. പക്ഷെ തബിത പോകാതെ നിൽക്കുമ്പോൾ തിരിഞ്ഞു വന്ന് ചെവി കേൾക്കില്ലേ എന്നയാൾ തിരക്കുമ്പോഴാണ് തബിതയുടെ കയ്യിലെ ലഞ്ച് ബോക്സ് അയാൾ കാണുന്നത്. അതോടെ ഇത് നിനക്ക് എവിടുന്ന് കിട്ടി, ചോദിച്ചത് കേട്ടില്ലേ എന്ന് ആ ലഞ്ച് ബോക്സിനെ പറ്റി അയാൾ തിരക്കുമ്പോൾ നിങ്ങൾ വിക്ടറിന്റെ അച്ഛനല്ലേ എന്ന് അതിശയത്തിൽ തിരക്കുകയാണ് തബിത. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ തബിതയെ തിരക്കി കാട്ടിലേക്ക് പോയ ജിം നേരം ഇരുട്ടിയതോടെ കെന്നിക്കൊപ്പം അവിടെയുള്ള ഒരു ലോക്ക് ക്യാബിനിൽ ഇരുന്ന് സ്പൈഡർ വെബ്സിന്റെ കാര്യം നീ പറഞ്ഞത് ശരിയാ, ബോയ്ഡ് പറഞ്ഞില്ലേ നമുക്ക് അത് മിസ്സാവില്ലെന്ന്, എന്നിട്ട് നമ്മളത് കണ്ടില്ലെങ്കിൽ നമ്മളിത് തെറ്റായ സ്ഥലത്താണ് വന്നു വിട്ടിരിക്കുന്നത് എന്ന് ജിമിന്റെ സ്ഥിര സ്വഭാവമായ എടുത്തുചാട്ടവും ശേഷമുള്ള ബോധോദയവും കെന്നിയോട് അറിയിക്കുമ്പോൾ പണ്ടാരകാലിന്റെ വാക്ക് കേട്ട് ഇറങ്ങി വന്നിട്ട് ഒരുമാതിരി കൂറ സ്വഭാവം കാണിച്ചത് കണ്ട് ഒന്നും പറയാനും വയ്യാതിരിക്കുകയാണ് കെന്നി. പെട്ടെന്നാണ് പുറത്ത് എന്തൊക്കെയോ അനക്കങ്ങൾ അവർ കേൾക്കുന്നത്. അതോടെ താലിസ്മൻ തൊട്ടു നോക്കി സുരക്ഷ ഉറപ്പിക്കുകയാണ് കെന്നി. ശേഷം ആ ശബ്ദം അവസാനിച്ചു എന്ന് ഉറപ്പിച്ച് കെന്നി അത് പറയുമ്പോൾ ഞാനിവിടെ കിടന്ന് മരിച്ച എൻ്റെ കുട്ടികൾ ഒറ്റയ്ക്കായി പോവും. അതാ തബിത ഇവിടേക്ക് ഒറ്റയ്ക്ക് പുറപ്പെട്ടത്. ഇപ്പോഴാ എനിക്കത് മനസ്സിലാവുന്നത്. രാവിലെ തന്നെ നമുക്ക് തിരിച്ചു പോകണം എന്നിരിക്കുകയാണ് ജിം. പഹയനെ എന്ത് പറയാനല്ലേ. അതേസമയം ഇങ്ങ് ടൗണിലെത്തിയ മോൺസ്റ്റേഴ്സ് നേരെ തൊഴുത്തിലേക്ക് ചെന്ന് കന്നുകാലികളെ തുറന്നു വിടുകയാണ്. ഇതൊന്നും അറിയാതെ മദ്യപിച്ച് നിൽക്കുകയാണ് ബോയ്ഡ്. അപ്പോഴേക്കും വെളിവൊക്കെ തെളിഞ്ഞ് അവിടേക്ക് വരുന്ന ജേഡിനും ഒരു പെഗ് ഓഫർ ചെയ്യുന്ന ബോയ്ഡിനോട് ആൽക്കഹോൾ ഇവിടെ എങ്ങനെ വന്നെന്ന് സംശയം തിരക്കുകയാണ് ജേഡ്. ഇതും ഒരു ക്യാൻഡി ബാറും ഫാദർ കാഡ്രി ഒളിപ്പിച്ചു വെച്ചതാണെന്ന് ബോയ്ഡ് അതിന് മറുപടി പറഞ്ഞ് നിനക്ക് എന്താ സംഭവിച്ചത് പറയാറായോ എന്ന് ഓടി തിരക്കുമ്പോൾ തനിക്ക് ഇപ്പോഴും ആശയക്കുഴപ്പം മാറിയിട്ടില്ലെന്ന് അറിയിക്കുകയാണ് ജേഡ്. പെട്ടെന്നാണ് പുറത്ത് ബഹളം കേട്ട് നോക്കി അത് കന്നുകാലികൾ ഓടുന്നതാണെന്ന് ബോയ്ഡ് മനസ്സിലാക്കുന്നത്. അതോടെ ഷെരീഫ് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ബോയ്ഡ്. ഈ രാത്രി ഡോർ തുറന്ന് പുറത്തിറങ്ങി ബോയ്ഡ് മണ്ടത്തരം കാണിക്കുന്നത് കണ്ട് കാര്യം തിരക്കുന്ന ജേഡിനോട് പശുക്കളൊക്കെ കാട്ടിലേക്ക് പോകുന്നത് പറഞ്ഞ് ഓടുന്ന ബോയ്ഡ് മുന്നിൽ വന്ന പശുവിനെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചു നിൽക്കുകയാണ്. പശുക്കൾ മാത്രമല്ല ആടുകളും തൊഴുത്തിന് പുറത്തേക്ക് പോകുന്നത് കണ്ട് വെപ്രാളം അറിയിക്കുകയാണ് ജേഡ്. പുറത്തെ ഈ ബഹളം കണ്ട് കാര്യം മനസ്സിലായ വിക്ടർ മോശം കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് നമുക്ക് പോകണം എന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കൂടെ പോകാനൊരുങ്ങുന്ന ടിയാൻജിൻ നിങ്ങൾ രണ്ടും ഡോർ അടച്ചകത്തിരിക്കണം എന്ന് ജൂലിയോടും ഈതനോടും പറയുകയാണ്. അത് കേട്ട് ഡോർ അടയ്ക്കുകയാണ് ജൂലി. ബോയ്ഡും ജേഡും വിക്ടറും ടിയാൻജിനും അങ്ങനെ കന്നുകാലികളെ പിടിച്ച് നിൽക്കുമ്പോൾ ബഹളം കേട്ടുണരുന്ന റാണ്ടൽ ഇരുട്ടിന്റെ മറവിൽ അവർക്ക് നേർക്ക് നടന്നു വരുന്ന മോൺസ്റ്റേഴ്സിനെ കണ്ട് അവറ്റകൾക്ക് നേർക്ക് ബസിന്റെ ഹെഡ്ലൈറ്റ് ഓണാക്കി ഹോണും അടിച്ച് മോൺസ്റ്റേഴ്സിനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് മുറ്റത്ത് ഒരാട് നടന്നു പോകുന്നത് കാണുന്ന ഈതന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുകയാണ്. ഓന്റെ ആ ചിരി കണ്ട എന്റെ സാറേ പിന്നെ മോന്ത അടിച്ചൊന്ന് കൊടുക്കാൻ തോന്നുന്നു എന്ന് നമുക്ക് തോന്നും വിധം ആൽമ ആൽമ എന്ന് വിളിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ഡോർ തുറന്നിറങ്ങുകയാണ് ഈതൻ. ഈതനെ തടയാൻ ശ്രമിച്ച് ഡോറിൽ വന്ന് ജൂലി പിടിക്കുമ്പോഴേക്കും ചെക്കൻ ഡോറും തുറന്നിരുന്നു. സീസൺ 1 മെഗനെയും അമ്മയെയും കൊന്ന അമ്മൂമ്മ മോൺസ്റ്റർ ആ ഡോറിന് പുറത്തും എത്തിയിരുന്നു. ജൂലി ആ ഡോർ അടയ്ക്കാൻ ശ്രമിക്കുമെങ്കിലും അപ്പോഴേക്കും ഒറ്റ കൈ കൊണ്ട് ഡോർ തള്ളി തുറന്ന് ഉള്ളിലേക്ക് വരികയാണ് ആ മോൺസ്റ്റർ അമ്മൂമ്മ. ഈതനെയും വിളിച്ച് പുറത്തേക്ക് ഓടുകയാണ് ജൂലി. പണ്ടാര ചെക്കൻ ഇപ്പൊ കൊന്നേനെ. മോൺസ്റ്റർ അവർക്ക് പുറകെ വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ ഈതനെ അപ്രതീക്ഷിതമായി വന്ന് പിടിക്കുകയാണ് നൈറ്റ് പട്രോളിങ്ങിന് എന്ന പോലെ രാത്രി എവിടുന്നോ വന്ന സാറ.
ജൂലിയെയും ഈദിനെയും വിളിച്ച് പണ്ട് ഡോണ ചെയ്തതുപോലെ കുറ്റിക്കാട്ടിലേക്ക് ചെന്ന് ഒളിച്ചിരിക്കുകയാണ് സേറ. അപ്പോഴേക്കും അവരെ പിന്തുടർന്നു വന്ന് അലറി വിളിക്കുകയാണ് മോൺസ്റ്റർ അമ്മുമ്മ. ഒരു ഭാഗത്ത് മോൺസ്റ്റേഴ്സിന് മുൻപിൽ അകപ്പെട്ടിരുന്നു ജേഡ്. അവറ്റകളെ അത്രയും അടുത്ത് കണ്ട് പകച്ച് ഒന്ന് അനങ്ങാൻ സാധിക്കാതെ ജേഡ് നിൽക്കുമ്പോൾ നിസ്സഹായമായി നിൽക്കുകയാണ് ബോയ്ഡ്. ജേഡിന്റെ മുൻപിൽ നിന്ന പശുവിനെ അവറ്റകളിൽ ഒന്ന് വന്ന് മാന്തി കൊല്ലുന്നതും ആ സമയം കൊണ്ട് ജേഡിനെ വന്ന് പിടിച്ച് അയാളുമായി ഓടി രക്ഷപ്പെടുകയാണ് വിക്ടർ. തനിക്ക് അത്രയും അടുത്ത് കിട്ടിയ ഇര നഷ്ടമായ കലിപ്പിൽ അലറുകയാണ് ആ മോൺസ്റ്റർ. ഈ സമയം ജൂലിയെയും ഈദിനെയും തിരയുകയാണ് അമ്മുമ്മ മോൺസ്റ്റർ. മറ്റൊരു മോൺസ്റ്ററുകളും അവിടേക്ക് വരുന്നതോടെ ഈദിനെയും ജൂലിയെയും വിളിച്ച് അവിടെ ഓടുകയാണ് സേറ. ഇനി എവിടേക്ക് പോകുമെന്ന ലക്ഷ്യമില്ലാതെ റോഡിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്ന അവരെ കണ്ട റാണ്ടൽ ബസ്സിന് പുറത്തിറങ്ങി അവരെ കൈ കാണിച്ച് വിളിച്ച് ബസ്സിലേക്ക് കയറ്റി ഡോർ അടയ്ക്കുകയാണ്. യെസ്, ജസ്റ്റ് മിസ്സിന് ജൂലിയും ഈദിനും സേറയും രക്ഷപ്പെട്ടു. അതേസമയം അവശേഷിച്ച കന്നുകാലികളുമായി ജേഡും വിക്ടറും ഗ്യാസ് സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ വളരെ സാവധാനം നടക്കുന്ന ഒരു പശുവിനെ പിടിച്ച് ഷെഡിലേക്ക് നടക്കുകയാണ് ബോയ്ഡ്. അയാൾക്കൊപ്പം സഹായത്തിന് കൊടുക്കുകയാണ് ടിയാൻചെൻ. അവരോട് ഇത് താൻ ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളാമെന്ന് ബോയ്ഡ് പറഞ്ഞിട്ടും പുള്ളിക്കാരി സഹായത്തിന് നിൽക്കുകയാണ്. അങ്ങനെ അവർ ഷെഡിനുള്ളിലേക്ക് കയറുന്നതും തങ്ങൾക്ക് പുറകെ കൂട്ടമായി വരുന്ന മോൺസ്റ്ററിനെ കണ്ട് പെട്ടെന്ന് ഡോറ് വലിച്ചടച്ച് താലിസ്മൻ ഉറപ്പിക്കുകയാണ് ബോയ്ഡ്. ആ പശുവിനെ ടിയാൻചെൻ പിടിച്ച് കെട്ടിയും ഇടുന്നതും ഈ സ്ഥലത്തിന് നിന്നെ തകർക്കാൻ പറ്റില്ലെന്നല്ലേ നീ പറഞ്ഞേ എന്ന് അപ്രതീക്ഷിതമായി അവിടേക്ക് വരികയാണ് 4 മോൺസ്റ്റേഴ്സ്. അതിൻ്റെ അകത്ത് ഓൾറെഡി മോൺസ്റ്റേഴ്സ് തമ്പടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ താലിസ്മൻ ഇവിടെ വർക്കാകില്ല. പുറത്തും മോൺസ്റ്റേഴ്സ്, ഇതിനുള്ളിലും മോൺസ്റ്റേഴ്സ്. യു ഡോണ്ട് ബ്രേക്ക് മീ, അങ്ങനെയല്ല നീ പറഞ്ഞേ, നിനക്ക് ഓർമ്മയില്ലേ എന്ന് ആ കൂട്ടത്തിൽ കൗബോയ് സ്റ്റൈലിൽ ഡ്രസ് ഇട്ട മോൺസ്റ്റർ ചോദിച്ച് അടുത്ത് വരുമ്പോൾ ബോയ്ഡിനെ ചുറ്റി വളയുകയാണ് ആ മോൺസ്റ്റേഴ്സ് എല്ലാം. പെട്ടെന്ന് ടിയാൻചെന്നിനെയും 2 മോൺസ്റ്റേഴ്സ് വന്ന് പിടിക്കുമ്പോൾ അത് കണ്ട് ടിയാൻചെന്നിനെ രക്ഷിക്കാൻ എന്നതുപോലെ കുതിക്കുകയാണ് ബോയ്ഡ്. അതോടെ ബോയ്ഡിനെ ആക്രമിച്ച് മുറിവേൽപ്പിച്ച് അയാളെ പിടിച്ച് ഹാൻഡ് കഫ് ഇട്ട് വെക്കുകയാണ് ആ മോൺസ്റ്റേഴ്സ്. നീയൊക്കെ എന്നെ കൊല്ല്, അവരെ വെറുതെ വിട് എന്ന് അലറി പറയുകയാണ് ബോയ്ഡ്. എന്നാൽ ബോയ്ഡിനെ വെറുതെ വിട്ട് ടിയാൻചെന്നിന്റെ തലമുടി പിഴുതെടുത്ത് ഇഞ്ചിഞ്ചായി കൊല്ലാൻ തുടങ്ങിയിരുന്നു മോൺസ്റ്റേഴ്സ്. മരണഭയത്തിൽ കന്റോണീസ് ഭാഷയിൽ ബോയ്ഡിനോട് എന്തോ ആവർത്തിച്ച് പറഞ്ഞ് വേദനയിൽ അലറി വിളിക്കുകയാണ് ടിയാൻചെൻ. നിസ്സഹായനായി അവർ പറയുന്നത് തനിക്ക് മനസ്സിലായി എന്ന പോലെ പൊട്ടിക്കരഞ്ഞ് അതും നോക്കി നിൽക്കുകയാണ് ബോയ്ഡ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ കന്റോണീസിൽ ടിയാൻചെൻ എന്താവും ആവർത്തിച്ച് ബോയ്ഡിനോട് പറയുന്നത്. ടിയാൻചെന്നിനെ കൊന്നതിന് ശേഷം ബോയ്ഡിനെയും മോൺസ്റ്റേഴ്സ് കൊല ചെയ്യുമായിരിക്കുമോ? കാട്ടിലേക്ക് പോയ കെന്നിയുടെയും ജിമ്മിന്റെയും അവസ്ഥ എന്താവും? നാട്ടിലുള്ള തബിതയ്ക്ക് ഇവിടേക്ക് തിരിച്ചു വരാനും ഇവരെ എല്ലാം രക്ഷിക്കാനും സാധിക്കുമോ? കാത്തിരിക്കുക, കഥ തുടരും. ടിൽ ദെൻ, ഇറ്റ്സ് യുവർ ഹൈറ സൈനിങ് ഓഫ്. ബൈ.